ഈ പറമ്പ് എത്രയുണ്ട്? ഇത് 2.25 ഏക്കറുണ്ട്. കുറെ കാലം മേടിച്ചിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞു. അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലം, എൻ്റെ വീട് കണ്ടല്ലോ, അത് 10 സെൻറ്റിലുള്ളൊരു വീടാണ്. അപ്പോൾ എനിക്ക് വേറെ ഇപ്പോൾ ഈ മാവും പ്ലാവും അങ്ങനെയുള്ള സ്ഥലങ്ങളും വയ്ക്കാൻ സ്ഥലം കാണുന്നില്ല. അപ്പം ആ സമയത്ത് കിട്ടിയപ്പോൾ ഇത് വാങ്ങിച്ചതാണ്. നനയൊക്കെ ഞാനും നിമ്മിയും കൂടിയുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഞാനില്ലാത്ത സമയത്ത് മിക്കവാറും നിമ്മി തന്നെയാണ് നനയ്ക്കുക ഒക്കെ ചെയ്യും. ഇതൊരു മനയുടെ പറമ്പായിരുന്നു, അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കുറേ മാവുകളുണ്ട്. ഇപ്പോൾ ഒരു നിൽക്കുന്നത് കടുമാവാണ്, അതിൽ നിറച്ച് കടുമാവുണ്ടാവും. അതെ, പിന്നെ നാടൻ മാവുകൾ, മയിൽപിരിയൻ, മൂവാണ്ടൻ, പ്രിയൂർ, അങ്ങനെ എല്ലാ മാവുകളുണ്ട്. പിന്നെ ചാമ്പ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞാൻ നെല്ലി കൊണ്ടുവച്ചിട്ടുണ്ട്. കൃഷിയിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് വളരെ കൂടുതൽ. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ, അത് കൂടുതൽ ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ്. ഭാര്യയ്ക്ക് കൃഷിയിൽ നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇന്നലെ മറ്റേ തിരക്കഥയ്ക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഇന്നസെൻ്റ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇതിപ്പോൾ നിങ്ങളുടെ ഭാര്യയെ പോലെ തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ, ഭാര്യ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ ഈ ഇടക്കാലത്ത് വേനൽ മഴ പെയ്തു നാട്ടിൽ, ഭയങ്കര മഴയായിരുന്നു ഇവിടെ, നെല്ലൊക്കെ മുങ്ങിപ്പോയി. അപ്പോൾ നിമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, വിളഞ്ഞ് നല്ല നെല്ലായിട്ട് നിൽക്കുകയാണ്, കൊയ്യാൻ ആളെ കിട്ടിയിട്ടില്ല, കൊയ്ത്ത് യന്ത്രം വന്നിട്ടില്ല, പക്ഷെ ആ നെല്ല് മുഴുവൻ മുങ്ങിപ്പോയി. അപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ നിമ്മിനെ വിളിച്ചപ്പോൾ നിമ്മി ഇത്തിരി ക്ഷീണിച്ചിരിക്കുന്നു, ശബ്ദം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അരിവാളും കൊണ്ടുപോയി കൊയ്തു എന്ന് പറഞ്ഞു. അതായത് നിമ്മി അവിടെ അടുത്തുള്ള ഒരു ചേച്ചി, മേരി ചേച്ചിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് 26 പറ നെല്ല് കൊയ്തെടുത്തു, അല്ലെങ്കിൽ അത് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയനെ. അപ്പോൾ ഇന്നസെൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, കൊയ്യാൻ ആളെ കിട്ടാതായപ്പോൾ നിമ്മി കയറി കൊയ്തു, എഴുതാൻ ആളെ കിട്ടാതായപ്പോൾ സത്യം കയറി എഴുതി. അതിന് അവാർഡ് കിട്ടിയെന്നുള്ളൂ, അതിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കേട്ടോ, നിമ്മി ചേച്ചി കല്യാണം കഴിക്കുന്ന ആ ഒരു പ്രണയകാലം ഉണ്ടല്ലോ, അതായത് നിമ്മി ചേച്ചിയോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ എന്തെങ്കിലും ആയിട്ട് തിരിച്ചു വന്നാൽ കല്യാണം കഴിക്കുന്നു. അന്നൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു വീട്ടിലൊക്കെ. വീട്ടിലെ പ്രശ്നങ്ങൾ വെച്ചാൽ സിനിമക്കാർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥയില്ലേ. ഇപ്പോൾ എനിക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ ആ മോള് ഇന്നത്തെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പ്രേമിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കാൻ മടിക്കും. കാരണം ഇവൻ ഡയറക്റ്റ് ചെയ്ത് രക്ഷപ്പെടുമോ ആർക്കറിയാൻ പറ്റും, അവരുടെ ജീവിത സുരക്ഷയാണ്. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ ഭാര്യയുടെ അച്ഛനോടൊക്കെ ചെറിയ വിഷമമൊക്കെ തോന്നിയിരുന്നെങ്കിലും ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിനോട് എനിക്ക് എതിർപ്പൊന്നും തോന്നില്ല. കാരണം ശരിയാണ്, സ്വന്തം മകളുടെ സുരക്ഷയാണ്. പക്ഷേ ഞാനത് സ്വയം ഏറ്റെടുത്തു. കാരണം എന്നെ കല്യാണം കഴിച്ചു എന്നുള്ള കാരണം കൊണ്ട് എൻ്റെ ഭാര്യ ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരരുതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിശ്വാസം ഇന്ന് വരയ്ക്കും ഭാര്യയ്ക്ക് അങ്ങനെ ഇയാൾ കല്യാണം കഴിക്കേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ലെന്ന് തോന്നുന്നു. പണ്ടൊരു ജ്യോത്സ്യൻ വന്നത്, എൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു ജ്യോത്സ്യൻ വീട്ടിൽ വന്നിട്ട്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ബാലകൃഷ്ണൻ പഠിക്കുന്ന എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ജനവാദിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി എന്താണ് ഇയാൾ പറയുന്നത്. കാര്യം ഞാൻ പഠിക്കാൻ കുറച്ച് മണ്ടനാണ്. അപ്പം ഇനി പഠിത്തം മോശമാണെന്നുള്ളതിനെ പറ്റിയിട്ടാണോ? അപ്പോൾ 8ൽ തന്നെ പഠിക്കുമ്പോൾ തന്നെ കഥ എഴുതലും കവിത എഴുതലും പുസ്തകം വായിക്കലൊക്കെ, പഠിക്കുന്ന പുസ്തകങ്ങൾ വളരെ കുറച്ച് വായിക്കുന്നു. അപ്പം അതിനെപ്പറ്റി വല്ലതും പറയണമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ പറഞ്ഞു, ഇവൻ 19ാമത്തെ വയസ്സിൽ നാട് വിടും. എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ, ഇവൻ പ്രസിദ്ധനാവാനാണ് വഴി കാണുന്നത്. അതായത് ഇവൻ്റെ അച്ഛനും ഇവൻ്റെ അമ്മ എന്നാണ് നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത്. എൻ്റെ അച്ഛൻ അപ്പോൾ തന്നെ പറഞ്ഞത്, വല്ല കള്ളക്ക് കക്കാൻ ഇറങ്ങുമായിരിക്കും ചിലപ്പോൾ, അപ്പോൾ കള്ളനും പിടിക്കാമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചത് തെറ്റാൻ സാധ്യതയുള്ള വെച്ചാൽ, ഞാൻ 19 വയസ്സിൽ നാട് വിടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് രാത്രി 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടിയാണ്. അതിപ്പോഴും ഉണ്ട്. ഇരുട്ടിനൊക്കെ പേടിയാണ്, വെള്ളമൊക്കെ പേടിയാണ്, ഇരുട്ടിനെ പേടിയാണ്, പ്രധാനമായിട്ടും പ്രേതങ്ങളൊക്കെ പേടിയാണ്. അപ്പോൾ ഞാൻ വീട് വിട്ട് പോകുന്ന പ്രശ്നമില്ല. പക്ഷേ 19 വയസ്സാവുന്ന സമയത്താണ് ഡോക്ടർ ഭാഷനെ പരിചയപ്പെടുന്നതും ഡോക്ടർക്ക് ഞാൻ കത്തെഴുതുന്നതും. ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറിയപ്പോൾ ഞാൻ ആലോചിച്ചു, ആ ജോസ്യം പറഞ്ഞത് കറക്റ്റാണ്, അത് വളരെ കറക്റ്റായിട്ട് വരുന്നു. അങ്ങനെ ചില നിമിത്തങ്ങളിലൂടെ പെട്ടുപോകുന്നു. ഞാനൊരു സിനിമയുടെ ഒരു ധാരാളിത്തത്തിലോ പ്രലോഭനങ്ങളിലൊന്നും ഞാൻ പെട്ടുപോയിട്ടില്ല. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. അപ്പം അത് തന്നെയാണ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ. നമുക്ക് ജീവിതം പലപ്പോഴും ജീവിച്ചിട്ടേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അത് പറഞ്ഞു കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. 3 ആൺമക്കളല്ലേ, ഈ 3 ആൺപിള്ളേർ വീട്ടിലെന്ന് പറഞ്ഞാൽ തന്നെ വലിയ അതെ, 3 പേരും അധികം പ്രായ വ്യത്യാസമില്ല. അതെ, രണ്ടുപേര് ട്വിൻസാണ്. മൂത്ത ആൾക്ക് 1 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ 3 പേരും ഏകദേശം ഒരേ പ്രായമാണെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര രസമായിരുന്നു വീട്ടിൽ. നിമ്മിക്ക് ഇവരെ തല്ലുകൂട്ടം, ഇടി ബഹളം, പിടിച്ചു പറിക്കലും മറ്റൊക്കെയാണ്. ഇല്ല, അതുകൊണ്ടാണ് നിമ്മിക്ക് ജോലിക്ക് പോയായിരുന്നു. നിമ്മി B.Ed കഴിഞ്ഞിട്ട് ടീച്ചറായിട്ട് വേണമെങ്കിൽ ജോലിക്ക് പോകാമായിരുന്നു. ജോലിക്ക് പോയിരുന്നെങ്കിൽ കുടുംബം എത്ര മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ല, മക്കൾ ഇതുപോലെ വളരില്ല. അപ്പോൾ അവരെ പരിരക്ഷിക്കലും അവരെ പഠിപ്പിക്കലുമായിരുന്നു നിമ്മിയുടെ ജോലി പ്രധാനമായിട്ട്. ഈ കുട്ടികൾ 2 പേര് മദ്രാസിൽ. അവർ വിപ്രോയിൽ വർക്ക് ചെയ്യുന്നു. അവർ BSc IT ഫീൽഡാണ്. MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു.
മറ്റുള്ള മൂത്താൾ ഇപ്പോൾ MBAക്ക് രാജഗിരി എറണാകുളം രാജഗിരി MBA കഴിഞ്ഞപ്പോൾ അവനിപ്പോൾ ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ നരോലക്കിൽ ജോലി കിട്ടിയിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ സജഷൻസ് വരാറുണ്ട്? സജഷൻസ് അല്ല, ക്രിട്ടിസൈസ് ചെയ്യും. ഏറ്റവും നല്ല സമാധാനമുള്ള ചിലവർ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള പിള്ളേരാണ്. സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. കിട്ടിയിട്ടുണ്ട്. അത് എവിടെ നിന്ന് കിട്ടിയതായാലും അവർ നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്.